നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. മധ്യപൂർവേഷ്യയിൽ സംഘർഷം ഗുരുതരമാകുന്നു. ബെയ്റൂട്ടിന്റെ തെക്കുഭാഗത്തുള്ള ഹിസ്ബുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാൻ ഇസ്രായേലിനെയും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വലിയ തോതിൽ മിസൈൽ ആക്രമണം നടത്തിയതായി അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ഇറാന്റെ 16 കപ്പലുകൾ അമേരിക്കൻ സേന നശിപ്പിച്ചതായി യുണൈറ്റഡ് സ്റ്റേറ്റ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. അതേസമയം ആയത്തുള്ള ഭരണകൂടത്തെ നീക്കി സ്വാതന്ത്ര്യം നേടണമെന്ന് ഇറാൻ ജനങ്ങളോട് ബെഞ്ചമിൻ നെതന്യാഹു അഭ്യർത്ഥിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് വഴി നൽകിയ സന്ദേശത്തിലൂടെയാണ് നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ശ്രമിക്കുന്നവരെ ശത്രുക്കളെ പോലെ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് ഇറാനിലെ പോലീസ് മേധാവിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമായതോടെ നിരവധി ഇറാനിയർ അതിർത്തി കടന്ന് തുർക്കിയിലേക്ക് പോകുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിന് സമീപം കപ്പലിന് നേരെ ആക്രമണം. ഒരു കണ്ടെയ്നർ കപ്പലിന് അജ്ഞാത പ്രൊജക്ടൈൽ ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ട്. UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. UAE തീരത്ത് നിന്ന് ഏകദേശം 46 കിലോമീറ്റർ അകലെയായാണ് സംഭവം നടന്നിരിക്കുന്നത്. കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചില്ലെങ്കിലും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് കപ്പലിന്റെ ക്യാപ്റ്റൻ അറിയിച്ചു. നാശനഷ്ടത്തിന്റെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അതേസമയം സംഭവത്തെക്കുറിച്ച് UK അധികൃതർ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശം വഴി കടന്നുപോകുന്ന എല്ലാ കപ്പലുകളും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ യുദ്ധത്തെയും മേഖലയിൽ ഉടനീളമുള്ള അതിന്റെ സ്വാധീനത്തെയും കുറിച്ചുള്ള കരട് പ്രമേയങ്ങളിൽ UN സുരക്ഷാ കൌൺസിൽ ഇന്ന് വൈകുന്നേരം വോട്ട് ചെയ്യും. ഗൾഫ് രാജ്യങ്ങൾ അവതരിപ്പിച്ച പ്രമേയം ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്കും ജോർദാനും നേരെ നടത്തിയ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നതാണ്. കൂടാതെ ഇറാൻ ഉടൻ എല്ലാ ആക്രമണങ്ങളും നിർത്തണമെന്നും പ്രധാന അന്താരാഷ്ട്ര കടൽപാതയായ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വഴി നടക്കുന്ന കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തരുതെന്നും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട്. UK ഉൾപ്പെടെയുള്ള 90-ലധികം രാജ്യങ്ങൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഇറാന്റെ അടുത്ത സഖ്യരാജ്യമായ റഷ്യ മറ്റൊരു പ്രമേയവും അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രമേയത്തിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നിവരെ നേരിട്ട് പരാമർശിച്ചിട്ടില്ല. എല്ലാ സിവിലിയന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങളെ അപലപിക്കുകയും യുദ്ധം അവസാനിപ്പിച്ച് ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഇസ്രായേൽ, അമേരിക്ക നടത്തിയ ഇറാൻ എയർ സ്ട്രൈക്കുകളും ഇറാൻ പ്രതികാര ആക്രമണങ്ങളും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അമീർ സീദ് ഇറവനി ഗൾഫ് രാജ്യങ്ങൾ അവതരിപ്പിച്ച പ്രമേയം പക്ഷാപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും ആരോപിച്ചിട്ടുണ്ട്. മുൻ അമേരിക്കൻ അംബാസിഡറായി നിയമിതനായ പീറ്റർ മാൻഡൽസന്റെ നിയമന നടപടികളുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ആഭ്യന്തര രേഖകൾ ഇന്ന് ഉച്ചയോടെ സർക്കാർ പുറത്തുവിടും. പ്രധാനമന്ത്രിയുടെ ചോദ്യോത്തര വേളയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഏകദേശം 12:30 ചീഫ് സെക്രട്ടറിയായ ഡാരൻ ജോൺസ് പാർലമെന്റിലെ ഹൌസ് ഓഫ് കോമൺസിൽ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തും. മാൻഡൽസൺ US അംബാസിഡറായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള നിയമന നടപടികളുടെ വിശദാംശങ്ങൾ രേഖകളിൽ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. അതേസമയം പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി പാർലമെന്റിലെ പ്രത്യേക നടപടിയായ ഹംബിൾ അഡ്രസ് ഉപയോഗിച്ച് ഈ രേഖകൾ പുറത്തുവിടാൻ സർക്കാരിനെ നിർബന്ധിക്കുകയായിരുന്നു. 2024 ഡിസംബറിൽ അമേരിക്കയിലെ ബ്രിട്ടീഷ് അംബാസിഡറായി നിയമിതനായിരുന്ന മാൻഡൽസൺ കഴിഞ്ഞ സെപ്റ്റംബറിൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെടുകയായിരുന്നു. ജെഫ്രി എപ്സ്റ്റീനുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തലുകളാണ് ഇതിന് കാരണമായത്. ലണ്ടനിൽ ഞായറാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്ന അൽ ഖുദ്സ് ഡേ മാർച്ചിന് സർക്കാർ വിലക്കേർപ്പെടുത്തി. മെട്രോപൊളിറ്റൻ പോലീസ് നടത്തിയ അഭ്യർത്ഥനയെ തുടർന്ന് ആഭ്യന്തരമന്ത്രി ഷബാന മുഹമ്മൂദാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. ഗുരുതരമായ പൊതുക്രമക്കേടുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മാർച്ച് നിരോധിച്ചതെന്ന് അവർ വ്യക്തമാക്കി. അൽ ഖുദ്സ് ദിന റാലി വർഷങ്ങളായി പ്രോ ഇറാൻ പരിപാടിയായി വിമർശിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും സംഘാടകർ ഇത് പ്രോ പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയാണെന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ കർശന നിബന്ധനകളോടെ ഒരു സ്ഥലത്ത് മാത്രം നിലനിൽക്കുന്ന പ്രതിഷേധം നടത്താൻ അനുമതി നൽകാമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വാക്കുസ്വാതന്ത്ര്യത്തിനും
പ്രതിഷേധാവകാശത്തിനും നേരെയുള്ള കടന്നുകയറ്റമാണ് ഈ വിലക്കെന്ന് പരിപാടി സംഘടിപ്പിക്കുന്ന ഇസ്ലാമിക് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പ്രതിനിധി ഫൈസൽ ബൂരി പ്രതികരിച്ചു. കഴിഞ്ഞ 40 വർഷമായി സമാധാനപരമായി ഈ പ്രകടനം നടത്തിവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തകഴി ശിവശങ്കരപിള്ളയുടെ പ്രശസ്തമായ നോവൽ ചെമ്മീന്റെ നാടകാവിഷ്കാരം മാർച്ച് 14 ശനിയാഴ്ച ലിവർപൂളിൽ അരങ്ങേറും. കലാഭവൻ ലണ്ടനും ലിവർപൂൾ മലയാളി കൾച്ചറൽ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മലയാളി ഗോട്ട് ടാലന്റ് പരിപാടിയുടെ ഭാഗമായാണ് ഈ നൃത്ത സംഗീത നാടകം അവതരണം നടക്കുന്നത്. ലിവർപൂളിലെ കാർഡിനൽ ഹീനൻ കാത്തലിക് ഹൈസ്കൂളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ പ്രദർശനമുണ്ടാകും. മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാത്ത സാന്നിധ്യമായി നിലകൊള്ളുന്ന കർത്തമ്മ, പരീക്കുട്ടി, പളനി, ചെമ്പൻകുഞ്ഞ, ചക്കി, പഞ്ചമി എന്നീ കഥാപാത്രങ്ങളെ പുതുമയാർന്ന അവതരണത്തിലൂടെ വേദിയിൽ അവതരിപ്പിക്കും. സംവിധാനം ജെയ്സൺ ജോർജാറ. വത്സൻ, സുഭാഷ് പിള്ള എന്നിവരാണ് സാങ്കേതിക സഹായം നിർവഹിച്ചത്. ബാഡ്വിൻ സൈമൺ, ജെയ്സൺ ജോർജ്, ജെയിൻ കെ ജോൺ, കീർത്തി സോമരാജൻ, മുരളീധരൻ, വത്സൻ, ജിതിൻ തോമസ്, സുനിത്, ഹരീഷ്, ജിതരാജ്, ജിമോൾ, യാമിൻ, ശ്രേയ മേനോൻ എന്നിവരാണ് അഭിനേതാക്കൾ. സൗമ്യ ഷൈജു, അമ്മു സാമുവൽ, ധന്യ കെവിൻ, ജെയ്സി ജെയ്മോൻ, അൻക്വിറ്റ നവീൻ എന്നിവർ നൃത്തരംഗത്ത് വേഷമിടുന്നുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ UK അയർലൻഡ് റീജിയന്റെ 19ാമത് വാർഷിക കൺവെൻഷൻ ഏപ്രിൽ 10 മുതൽ 12 വരെ ലിവർപൂളിൽ നടക്കും. IPC ഷാലോം ലിവർപൂൾ സഭയുടെ ആതിഥേയത്തിലാണ് ഈ വർഷത്തെ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. ലിവർപൂളിലെ സെന്റ് ജോർജ് ബോസ്കോ ആർട്സ് കോളേജിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ആത്മീയ സംഗമത്തിൽ വിവിധ ആത്മീയ യോഗങ്ങൾ, ആരാധന, സന്ദേശങ്ങൾ എന്നിവ നടക്കും. റീജിയൻ പ്രസിഡന്റായ പാസ്റ്റർ ജേക്കബ് ജോർജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. UK, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി വിശ്വാസികൾ കൺവെൻഷനുകളിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാനൊരുങ്ങി കേരള സർക്കാർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കില്ല. പരിപാടിയുടെ അറിയിപ്പ് കിട്ടിയത് ഇന്നലെയാണെന്നും മണ്ഡലത്തിൽ വേറെ പരിപാടികൾ ഉള്ളതുകൊണ്ട് പങ്കെടുക്കില്ലെന്നും മന്ത്രി രാജേഷ് അറിയിച്ചു. ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അസൌകര്യമുണ്ടെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. അതേസമയം പരിപാടിയിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് ക്ഷണമില്ല. ഇന്ന് ഉച്ചയ്ക്ക് എറണാകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ നിന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാരിന്റെ ബഹിഷ്കരണമെന്നാണ് സൂചന. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.